പറയണം പറയണം മൈരേ, സത്യം പറയണം. നീയല്ലേ ചെയ്ത്? പറയണം പറയണം അങ്ങോട്ട്. നീയല്ലേ ചെയ്ത്? പറയാൻ സത്യം പറയണം. നിർത്തടാ. എന്താടാ കയ്യിലൊരു മുറിഞ്ഞ പാടൊക്കെ? ഇത് ഇവിടെ നിന്ന് പറ്റിയതാണോ അതോ ലീവിന് പോയപ്പോ പറ്റിയതോ? വീട്ടിലെ പൂച്ചയൊന്ന് കളിപ്പിച്ചാ സാറേ. ഇതുകൊണ്ടാണല്ലേ അവൻ പണിയെടുത്തിയത്? അതെ സാറേ. പറയടാ. നീയല്ലേ 3 പിള്ളേരെയും കൊന്നേ? പറയടാ പറയടാ. 3 സാറേ, 2. ഓഹോ, നിനക്ക് ഞാൻ മാത്രം ഉണ്ടായിരുന്നു തൊള്ളവർക്കും വലിയ ബുദ്ധിമുട്ടായിരുന്നല്ലോടാ. നിന്നോട് സംസാരിക്കാൻ എനിക്കൊരു മൂടില്ല. പക്ഷെ എനിക്ക് ഒരു സമ്മാനം കരുതിയിട്ടുണ്ട്. പിന്നെ സാറേ, ഞാൻ അവരെ കൊന്നൊന്നല്ല, പേടി കൂടാതെ ജീവിക്കാൻ പറ്റുന്ന ലോകത്തേക്ക് പറഞ്ഞയച്ച ആ 2 പെൺകുട്ടികൾ അവിടെ പോയി സുഖമായി ജീവിക്കട്ടെ സാറേ. സാറോട് വരയ്ക്ക് സംസാരിക്കണം. എന്തിനാ നീ ഇത് ചെയ്തേ? ഒറ്റയ്ക്കാണോ അതോ? കോളനിയിലൊരു രാത്രിയിലാ സാറേ ഞാൻ അവരാദ്യമായിട്ട് കാണണേ. തുടയിലൂടെ ഒഴുകുന്ന ചോര കഴുകുന്ന ചേച്ചിയും കൂടെ നിൽക്കുന്ന ഒരു അനിയത്തി. അവർക്ക് തള്ളയുണ്ടായിരുന്നില്ല. ആ കോളനിയിലെ ചില മാന്യന്മാര് അവരെ തന്തനെ കുടിപ്പിച്ച് കിടത്തിയിട്ട് ആവശ്യത്തിനനുസരിച്ച് അവരങ്ങോട്ട് ഉപയോഗിച്ചു. കഴപ്പ് മൂത്തറിഞ്ഞ് ലോകത്ത് എന്നാൽ അവരെ രക്ഷിക്കാൻ പറ്റില്ല, മനസ്സിലായി. പേടി കൂടാതെ ജീവിക്കാൻ പറ്റിയ ലോകത്തേക്ക് ഞാൻ അവരെ എന്നേക്കുമായി പറഞ്ഞയച്ചു. നീ ചെയ്ത നെറിയേടിനെ എന്ത് പറഞ്ഞാലും ന്യായീകരിക്കാനാവില്ല. നിയമം കയ്യിലെടുക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അതിനാണ് ഇവിടെ പോലീസും കോടതിയൊക്കെ ഉള്ളത്. ആ ട്രോള് നന്നായിട്ടുണ്ട്. ഇരകളാകപ്പെട്ടവരുടെ തന്തയും തള്ളയും ഭരിക്കണവരുടെ കാല് പിടിക്കണം നാടൻ സാർ ഇത്. അവിടെ എന്ത് പോലീസ്, എന്ത് നിയമം. പോലീസിനെ കൈ കയറാം. പോയി വെള്ളം എടുത്തോണ്ട് പാടും. സാറിൻ്റെ മോള് സെൻറ് മേരീസിലെ പഠിക്കണേ. അതെ. കഴിഞ്ഞ ആഴ്ചയായിട്ട് മോള് ക്ലാസ്സിൽ പോയിട്ടില്ല. ക്ലാസ്സിൽ പോവാൻ തുടങ്ങിയപ്പോൾ അവിടുത്തെ PT മാസ്റ്ററിന് ആക്സിഡൻ്റ് ആയി. കോമയല്ലേ? എന്താല്ലേ സാറേ, സ്വന്തം ചോരയ്ക്കൊരു പ്രശ്നം വന്നപ്പോൾ എവിടെ പോയി സാറിൻ്റെ പോലീസും നിയമവും ഒക്കെ? കയ്യിലും കഴുത്തിലും ഒക്കെ മൊത്തം പാടാണല്ലോടോ. ഇത് പൂച്ച മന്തിയത് തന്നെയാണോ? അതോ ലീവ് എടുത്ത് ആഘോഷിക്കാൻ പോയതോ? അവൻ്റെ ആഘോഷം തീർന്നത് ഒരു 10 വയസ്സായ പെൺകൊച്ച സാറേ. അവളുടെ അവസാനത്തെ രക്ഷപ്പെടില്ല. സാറ് പറഞ്ഞ മൂന്നാമത്തെ പണിയില്ലേ അത് ഞാനല്ല, ഈ പന്നിയുടെ കണക്ക് പറഞ്ഞിരുന്ന